സിറ്റി സ്കാൻ അപ്ഡേറ്റ്സിലേക്ക്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഉയർന്ന കാഫിർ വിവാദത്തിന് സമാനമായ മറ്റൊരു വിവാദം കൂടി പേരാമ്പ്രയിൽ നിന്ന് ഉയർന്നിരിക്കുകയാണ്. കാഫിറായ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യരുതെന്നും ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള വാട്സപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടായിരുന്നു മുമ്പ് വടകരയിൽ വിവാദത്തിനിടയാക്കിയത്. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച് വടകരയിലെ LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറും CPM-ഉം UDF-നെതിരെ അന്ന് ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഈ സന്ദേശത്തിന്റെ പേരിൽ നിരവധി യൂത്ത് ലീഗ് പ്രവർത്തകരെയും പോലീസ് വേട്ടയാടുക വരെ ചെയ്തു. എന്നാൽ ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം CPM-ഉം DYFI പ്രവർത്തകരുമാണെന്ന് പിന്നീട് കണ്ടെത്തിയപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. ഇതിന് സമാനമായ രീതിയിലുള്ള വിവാദമാണ് പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്ന് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയക്ക് വേണ്ടി UDF പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു മണ്ഡലത്തിൽ CPM വ്യാപകമായി അനൗൺസ്മെന്റ് നടത്തുന്നത്. സംഭവത്തിൽ പന്തികേട് തോന്നിയ UDF അനൗൺസ്മെന്റിനെതിരെ രംഗത്ത് വരികയായിരുന്നു. ഇല്ലാത്ത പ്രചാരണമാണ് CPM നടത്തുന്നതെന്നും ഇതിലൂടെ CPM വർഗീയ ധ്രുവീകരണമാണ് ലക്ഷ്യമിടുന്നതെന്നും UDF നേതാക്കൾ പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് ശേഷം ഷാഫി പറമ്പിലിന് നൽകിയ വലിയ ഭൂരിപക്ഷം പേരാമ്പ്രയിലെ ജനങ്ങൾ ഫാത്തിമ തെഹ്ലിയക്കും നൽകുമെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തരം. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം ഓർമ്മ ഉണ്ടല്ലോ, ഏതാണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അതുപോലെ ഒരു താരായി കഴിഞ്ഞു. അത് ജാതിമത മതിലുകൾ കെട്ടി നിർത്താൻ കഴിയില്ല. ഒരു മതേതര സ്ഥാനാർത്ഥി, വളരെയധികം കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി, എല്ലാ രംഗങ്ങളിലും പൊതുരംഗത്ത് എല്ലാ രംഗങ്ങളിലും ഉള്ള ഒരു സ്ഥാനാർത്ഥി, അല്ലാതെ ഒരു ആളറിയാത്ത ഒരാളെ കൊണ്ട് നിർത്തിയതല്ല പേരാമ്പ്ര. കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന TV ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അറിയപ്പെടുന്ന ഒരു ഫിഗറാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ അവർക്ക് പറ്റിയ മണ്ടത്തരം ഇനിയും പഠിച്ചിട്ടില്ല. ഷാഫി പറമ്പിലിന് കിട്ടിയ അതേ വീരപരിവേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ഒരു അങ്കലാപ്പാണ് കാണുന്നത്. ഇനി ഈ കാർഡൊന്നും ഇറക്കി വെക്കാൻ പറ്റും, അത് അന്ന് തിരിച്ചടിച്ച പോലെ തിരിച്ചടിക്കും. സംഭവം വിവാദമായതിന് പിന്നാലെ CPM അനൗൺസ്മെന്റിനെതിരെ KSU ജനറൽ സെക്രട്ടറി അർജുൻ കട്ടയാട്ട് DGPക്ക് പരാതി നൽകി. പേരാമ്പ്രയിലെ CPM സ്ഥാനാർത്ഥിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിൽ നിന്നുമാണ് വിവാദ അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും വലുത് ഫാമിലിയാണ്. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി. തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ.